السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على رسولنا وحبيبنا وقدوتنا محمد وعلى آله وصحبه وسلم تسليما كثيرا. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗം കരസ്ഥമാക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധ റമളാനിന്റെ പുണ്യപ്രവർത്തനങ്ങൾ ധാരാളമായി ചെയ്യാനുള്ള തൗഫീഖും ചെയ്യുന്ന കർമ്മങ്ങൾ സ്വാലിഹായ അമലുകളായി നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് വരുന്ന സംസാരങ്ങളിലും വിശ്വാസ ആചാരാനുഷ്ഠാന രംഗങ്ങളിൽ വരുന്ന അഖ്താഉകൾ, തെറ്റുകളെ കുറിച്ചാണ്. അതിൽ ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത് ഇപ്പോൾ കാലികമായി ചർച്ച ചെയ്യപ്പെടുന്ന മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട്, കലാപവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, അറിയാതെ നമ്മൾ അങ്ങനെയുള്ള കെണികളിൽ നമ്മുടെ വിശ്വാസത്തെ പോലും തകർക്കുന്ന കെണികളിൽ നമ്മൾ അകപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് അവിടെ വരുന്ന പാകപ്പിഴകളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇസ്ലാമിന്റെ ശത്രുക്കളാണ് എക്കാലഘട്ടത്തിലും ജൂതന്മാർ. അവർ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഉണ്ടാക്കുന്ന പരിക്ക് ഇസ്രായേൽ എന്ന, അല്ലെങ്കിൽ ആ ജൂതരാഷ്ട്രം അത് സ്ഥാപിതമായത് മുതലും അതിനു മുമ്പും ഇസ്ലാമിന്റെ 1-ാം തീയതി മുതൽ എന്ന് തന്നെ പറയാം. കാരണം അവർക്ക് കുഴപ്പങ്ങളും ഫിത്തനകളും ഉണ്ടാക്കിയേ അവർക്ക് പാരമ്പര്യമുള്ളൂ. ധാരാളക്കണക്കിന് പ്രവാചകന്മാരെ അവർ കൊന്നു. വയഖ്തുലൂനൽ അംബിയാ ബിഗൈരി ഹഖ്, വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആ ബനൂ ഇസ്രായേലിയുടെ കഥ പറഞ്ഞതിന് ശേഷം അവർ ധാരാളക്കണക്കിന് പ്രവാചകന്മാരെ കൊന്നു തള്ളി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അവർ ചെയ്തത്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കോടാനുകോടി അവർക്ക് അവരുടെ കണ്ണുകൊണ്ട് കാണുന്ന രീതിയിൽ അള്ളാഹു അവർക്ക് ചൊരിഞ്ഞു കൊടുത്തു. ചെങ്കടലിൽ പിളർത്തി അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി. ഭക്ഷണത്തിന് വേണ്ടി മന്നയും സലവയും ആകാശത്ത് നിന്ന് അവർക്ക് ഇറക്കിക്കൊടുത്തു. അള്ളാഹുവിനെ കണ്ണിൽ കണ്ടവരാണ് അവർ. ഒരു കടലിൽ പിളർന്ന് രക്ഷപ്പെടുന്നത്. അവർക്ക് വെള്ളം കിട്ടാതെ വന്നപ്പോൾ അവരുടെ പ്രവാചകൻ ഒരു പാറക്കല്ലിൽ അടിച്ച് സമൃദ്ധമായി അവർക്ക് അവരുടെ 12 ഗോത്രങ്ങൾക്കും വെള്ളം ചൊരിഞ്ഞു കൊടുത്തു. ഇങ്ങനെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ റബ്ബ് ചൊരിഞ്ഞു കൊടുത്തിട്ടുണ്ടോ അതിനെല്ലാം നന്ദികേടിന്റെ പ്രതിരൂപങ്ങളായിരുന്നു ഈ ജൂതന്മാരായിട്ടുള്ള ആളുകൾ. ഇത് നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. ആ ജൂതന്മാർ എക്കാലവും ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. മുസ്ലിങ്ങളെ കൊല്ലാക്കൊല ചെയ്ത് നരനായാട്ട് നടത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ തകർക്കലാണ് അവരുടെ ലക്ഷ്യം, അമേരിക്കയുടെ ലക്ഷ്യം. അതേപോലെ തന്നെ ഈ ജൂതന്റെ സൃഷ്ടിയാണ് ഷിയാക്കൾ. എങ്ങനെയാണ് ഷിയാക്കൾ ഉണ്ടായത്? അബ്ദുല്ലാഹ് ഇബ്നു സബ എന്ന് പറയുന്ന ഒരു ജൂതൻ, ഇസ്ലാം വളരുന്നു, റസൂലുള്ളാഹിന്റെ കാലഘട്ടം കഴിഞ്ഞു, സഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ അത്ഭുതപൂർവമായ വളർച്ച, ഓരോരോ പ്രദേശങ്ങളും ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൊണ്ട് ജസീറത്തുൽ അറബിന്റെ
ഭാഗങ്ങളിൽ നിന്നും ഇസ്ലാം മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിനെ തകർക്കണം. ഇസ്ലാമിനെതിരെ ഒരു ശക്തിയായിക്കൊണ്ട് തകർക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും നടക്കൂല. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഉള്ളിൽ ജൂതൻ കയറിക്കൂടി. അലി കുടുംബത്തിന്റെ പേര് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒക്കെ ചതിയന്മാരാണ്, നീചന്മാരാണ്, കാഫിറുകളാണ്. കാരണം അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം തട്ടിയെടുത്തവരാണ് എന്ന് പറഞ്ഞ് ലംഘപ്രവേശനം നടത്തി വല്ലാത്ത ഫിത്നകളാണ് ഉണ്ടാക്കിയത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മൃഗീയമായി കൊലപ്പെടുത്താൻ അത് കാരണമായി. സിഫീൻ ജമൽ യുദ്ധങ്ങൾക്ക് കാരണമായി. സഹാബത്തിന്റെ ഇടയിൽ രക്തപ്പുഴ ഒഴുക്കാൻ അവർ കാരണമായി, തെറ്റിദ്ധാരണ ഉറപ്പിക്കൊണ്ട്. അപ്പോ ആ ജൂതന്റെ സൃഷ്ടിയാണ് ഷിയാക്കൾ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഷിയാക്കൾ പല രാജ്യങ്ങളിലുണ്ട്. അഹ്ലുസുന്നയുടെ രാജ്യങ്ങൾ പിടിച്ചടക്കി. ഇറാൻ അഹ്ലുസുന്നയുടെ രാജ്യമായിരുന്നു, സുന്നികളുടെ രാജ്യമായിരുന്നു. അത് പിടിച്ചടക്കി ലക്ഷക്കണക്കിന് മുസ്ലിംകളെ ചോരപ്പുഴ ഒഴുക്കിയിട്ടാണ് ഇറാൻ അത് പിടിച്ചടക്കുന്നത്. 1979 ഓർമ്മ. ഖുമൈനിയുടെ ഇറാൻ വിപ്ലവം. ചില മതരാഷ്ട്രവാദക്കാർ ഇസ്ലാമിക വിപ്ലവം എന്ന് വിളിക്കും. ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയിട്ട് അവർക്കത് ഇസ്ലാമിക വിപ്ലവമാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി. അതിന്റെ ആ ഒരു ആദർശത്തിൽ നിൽക്കുന്ന ഏതൊക്കെ സംഘടനകളുണ്ടോ, SDPI-ക്കാരായിട്ട് ആരാകട്ടെ, അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് ഇസ്ലാമിന്റെ രണ്ട് ശത്രുക്കൾ തമ്മിലാണ് യുദ്ധം. അവർ രണ്ടു കൂട്ടരും ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഈ ഇറാനാകട്ടെ, ഷിയാക്കളാകട്ടെ, അവർ എന്നും ഇസ്ലാമിനെ തകർക്കാൻ കാലങ്ങളായി ഒരുമിച്ച് കൂടി നിൽക്കുന്ന ആളുകളാണ്. ഇന്ന് ആഭ്യന്തര പ്രശ്നങ്ങൾ അവർ രണ്ടു കൂട്ടരും പരസ്പരം ശത്രുക്കളായി യുദ്ധം ചെയ്യുന്നു. ഇന്ന് ഈ ഇറാന്റെ പരമോന്നത നേതാവിനെ കൊല ചെയ്യപ്പെട്ടു. അമേരിക്കയുടെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ബോംബ് വർഷമുണ്ടായി. ഈ കൂട്ടരെല്ലാം, ഈ പറയപ്പെട്ട മൂന്ന് കൂട്ടരും എന്നും ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അവർ അവരുടെ നാവുകൾ കൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ, ഇസ്ലാമിന്റെ പ്രഭയെ കെടുത്തിക്കളയാൻ അവർ ശ്രമിക്കുന്നു. വല്ലാഹു മുതിമ്മു നൂരിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രഭയെ കത്തിച്ചുകൊണ്ടേയിരിക്കും. വലൗ കരിഹൽ കാഫിറൂൻ, കാഫിറുകൾ എത്ര വെറുത്താലും ശരി. അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്, അള്ളാഹുവിന്റെ വഅദയാണ്. അത് നടക്കന്നെ ചെയ്യും. ഇവരെന്തൊക്കെ ചെയ്താലും ഇസ്ലാം ജനമനസ്സുകളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുന്നു. പതിനായിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു. നാടുകൾ, പ്രദേശങ്ങൾ ലിബറലിസവും അതേപോലെ തന്നെ യുക്തിവാദവും ഒക്കെ കൊണ്ട് ജീവിച്ച് ജീവിതം മടുത്ത് എന്താണ് ഈ ജീവിതത്തിന്റെ അർത്ഥമെന്ന് അറിയാതെ നോക്കുന്ന സമയത്താണ് ഇസ്ലാമിക സൊസൈറ്റി, യഥാർത്ഥ മുസ്ലിമീങ്ങൾ, അവർ കുടുംബം എന്ന ചുറ്റുപാട് സമാധാനത്തോട് ജീവിക്കുന്നു. എന്താണ് ഈ ആദർശം എന്നവർ അത്ഭുതത്തോടെ മനസ്സിലാക്കുകയും ഇസ്ലാമിനെ പഠിക്കുകയും ചെയ്തു. ഇസ്ലാമിന്റെ പേരിൽ എന്ത് ഭീകരവാദവും തീവ്രവാദവും പറയുമ്പോഴെല്ലാം ആളുകൾ ഇസ്ലാമിനെ പഠിക്കുന്നു, ഇസ്ലാമിനെ മനസ്സിലാക്കുന്നു. അതാണ് അള്ളാഹുവിന്റെ മതം. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ വളരെ സങ്കടകരമായ അവസ്ഥയാണ്. പല നമ്മുടെ ഇസ്ലാമിക രാജ്യങ്ങളും ബോംബ് വർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പൊ ഈ മാധ്യമങ്ങളൊക്കെ പറയുന്ന പോലെ വല്ലാത്ത ഭീകരതൊന്നുമില്ല. അത് അവിടുത്തെ ആളുകൾ നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ അത്ര വലിയ പ്രശ്നമില്ല, പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഭീകരമായി ഇവിടുത്തെ ഈ നമ്മളെ മാധ്യമവും അതേപോലെ തന്നെ ഈ വലിയ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി അവർ പടച്ചുവിടുന്ന അസംഗതികളൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിച്ചിട്ട് വിളിക്കണ്ട എന്നൊരു പറയുന്നത്. എന്നാലും പ്രയാസകരമാണ്. യുദ്ധം പെട്ടെന്ന് നിൽക്കേണ്ടതുണ്ട്. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക്, നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും സമാധാനം കിട്ടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമാധാനം കൊടുക്കുമാറാവട്ടെ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തി നൽകുമാറാവട്ടെ. ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് അല്ലാഹു തിരിച്ചു കൊണ്ടുവരുമാറാവട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തകർക്കുമാറാവട്ടെ. ഇവിടെ അല്ലാഹുവിന്റെ ഒരു നടപടിക്രമമാണ് പ്രിയമുള്ളവരെ. നമുക്കറിയാം എത്രയാണ് അവർ ഫലസ്തീനിലും അതേപോലെ തന്നെ ഗസയിലും ഇസ്ലാമിക പ്രദേശങ്ങളിലേക്ക് കൊന്നൊടുക്കിയിട്ടുള്ളത്. ഈ ഷിയാക്കളും ജൂതന്മാരുമായിട്ടുള്ള ആളുകൾ, മുസ്ലിമീങ്ങളെ. അവിടെ നിന്നൊക്കെ അപ്പോഴൊക്കെ നമ്മൾ ലക്ഷക്കണക്കിന് പള്ളികളിൽ നിന്നും അവരുടെ കുനൂത്തുകളിൽ, അവരുടെ പ്രാർത്ഥനകളിൽ, അവരുടെ മിമ്പറുകളിൽ നിന്നും ഒക്കെ വരുന്ന പ്രാർത്ഥനകളുണ്ട്. എന്താണ്? അല്ലാഹുമ്മ അഹ്ലിക്കിൽ ളാലിമീന ബിൽ ളാലിമീൻ. പടച്ചോനെ, അക്രമികളെ കൊണ്ട് തന്നെ തകർക്കൂ. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അക്രമികളെ കൊണ്ട് തന്നെ തകർക്കൂ
ഇത് ചരിത്രത്തിൽ ധാരാളമായി നമ്മൾ കണ്ടിട്ടുണ്ട്. അക്രമികൾ കൊണ്ട് തന്നെ തകർക്കപ്പെടുന്ന അവസ്ഥ അത് തന്നെ ഉണ്ടായി. അതുകൊണ്ട് ഒരു അക്രമിയെ കൊല്ലുമ്പോ ആ അക്രമി അത് വലിയ ഷഹീദാണ്. ഒരു അക്രമിനെ കൊല്ലുമ്പോ കൊല്ലപ്പെട്ട അക്രമി ഷഹീദാകുമോ? കൊല്ലപ്പെട്ട അക്രമി അയാൾ ഷഹീദായി, അയാൾ മുഹമ്മദ് റസൂലുള്ളാഹി. അയാൾക്ക് തലപ്പാവും താടിയുണ്ടെങ്കിൽ ഇവിടെ ലോകത്തിൽ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് ഇസ്ലാമിനെ തകർക്കാൻ ആര് വന്നിട്ടുണ്ടോ ഓലൊക്കെ വല്ല തലപ്പാവിന്റെയും താടിയുടെയും നീളം കുപ്പായത്തിന്റെ ആൾക്കാരാണ്. അപ്പൊ നമ്മൾ വിചാരിക്കണോ വലിയ ഈമാനിന്റെ പ്രതിരോധങ്ങളാണ്, സാമ്രാജ്യ ശക്തികൾക്കെതിരെ പോരാടുന്ന ആളുകളാണ്. ഇസ്ലാമിന്റെ ആൾക്കാരെ മുസ്ലിമീങ്ങളുടെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ആകെ ഒരു രാജ്യമേ ഉള്ളൂ, ഇറാൻ. ഷിയാക്കൾ എന്നിങ്ങനെ പറഞ്ഞു. എന്ത് ചെയ്തു എന്ന് മറുപടിയില്ല, ബടായി ഇങ്ങനെ പറയും. ആ ഗസയിലും പലസ്തീനിലും അറേബ്യൻ രാജ്യങ്ങൾ കൂടുതൽ സൗദി അറേബ്യയെ പോലെയുള്ള രാജ്യങ്ങൾ കൊടുക്കുന്ന കോടാനുകോടി സഹായങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇന്നവിടെ യുദ്ധം നിന്ന് പേരിലെങ്കിലും ഇപ്പൊ ആരും ചർച്ചയില്ല. പക്ഷെ ഇന്നും സൗദി അറേബ്യ അവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നും അതൊന്നും നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ വരുന്നില്ല. അതൊക്കെ അജണ്ടയുടെ ഭാഗമാണ്. കാരണം മാധ്യമങ്ങൾ പലപ്പോഴും നിയന്ത്രിക്കപ്പെടുന്നത് ഈ ഷിയാക്കളുടെയും ഇഖ്വാൻ മുസ്ലിമിന്റെ ഒക്കെ അവരുടെ കാര്യങ്ങൾ, അവരുടെ അജണ്ടകൾക്കനുസരിച്ചാണ്. അപ്പൊ ഷഹീദാണ്. ആരെയാണ് ഷഹീദ് എന്ന് വിളിക്കുന്നത്? ഖാംനഈ എന്ന് പറയുന്ന ഷിയാക്കളുടെ അവരുടെ നേതാവ്, ഇറാൻ എന്ന ഷിയാ രാജ്യത്തിന്റെ പരമോന്നത നേതാവ്, അവരുടെ പണ്ഡിതൻ. എന്താ അവരുടെ വാദം? അവരുടെ വാദം എന്താണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു കാഫിറാണെന്നാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാഫിറാണ്. അവർ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം തട്ടിയെടുത്ത ആൾക്കാരാണ്. അതാണ് ഒന്നാമത്തെ വാദം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആയിഷ ബീവി വ്യഭിചാരിണിയാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി വ്യഭിചാരിണിയാണ്. ഇതാണ് ഈ കൊല്ലപ്പെട്ട ആളുകളുടെ വാദം. ഈ ആളുകൾ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെയാണ് ഇറാൻ വിപ്ലവത്തിലും അതേപോലെ തന്നെ സിറിയൻ വിപ്ലവ സമയത്തൊക്കെ കൊന്നൊടുക്കിയിട്ടുള്ളത്. ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ, അഹ്ലുസുന്നയെ. കാരണം അഹ്ലുസുന്നയെ കൊല്ലൽ പുണ്യമാണെന്ന് വിശ്വസിക്കുന്ന ആള്. ഷിയാക്കളുടെ ആദർശം അഹ്ലുസുന്നയെ കൊല്ലൽ പുണ്യമാണ്, പുണ്യകരം എന്ന് ചെയ്യൂലേ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതിനെയാണ് ഇസ്ലാമിലെ ഷഹീദ്. അപ്പൊ ചില ആളുകൾ എന്തിനപ്പോ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്? എന്തിനപ്പോ ഈ വിഷയം എപ്പോഴും ചോദിക്കണ ചോദ്യം, ഈ വിഷയം എന്തിനാ ചർച്ച ചെയ്യുന്നത്? എന്നിട്ട് ഇതിനെക്കുറിച്ച് ധാരണയുള്ള അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറയുന്നതിനെ കുറിച്ച് അതിനനുസരിച്ച് പറയുന്ന ഇതിന് ഇസ്ലാമിന്റെ വീക്ഷണകോണിൽ നിന്ന് സംസാരിക്കുന്ന ആളുകൾ പറ്റുന്ന ആളുകളെ ഷണ്ഡീകരിച്ചിരിക്കുക, മിണ്ടാതിരിക്കുക, ഫ്രീസ് ചെയ്ത് നിർത്തുക. എന്നിട്ട് ഇവരിങ്ങനെ പറയാം. ഓലെന്താ പറയുന്നത്? ഇവർ പറയുന്നു ഷഹീദാണ്. ആര്? ഇയാൾ ഷഹീദാണ്. ഇതല്ല, ഇതിനു മുമ്പും ഖാസിം സുലൈമാനി എന്ന് പറയുന്ന കൊടും ഭീകരൻ, ഷിയാ ഭീകരൻ, ലബനാനിലും അതേപോലെ തന്നെ ഈ പറയപ്പെട്ട യമനിലും ഇസ്ലാമിക പ്രദേശങ്ങളിലൊക്കെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊല്ലാൻ അവരുടെ ഷിയാ മിലിറ്ററിയുടെ നേതാവായിട്ടുള്ള ഖാസിം സുലൈമാനി. അപ്പൊ അദ്ദേഹം ഷഹീദാണ്. എല്ലാവരും ഷഹീദാണ്. എന്നിട്ട് ഓലിങ്ങനെ പറഞ്ഞു നടക്കുക. അവരുടെ മീഡിയ വണ്ണും അതേപോലെ തന്നെ ഓട്ടോ ഫോക്കസും ആദ്യം പത്രങ്ങളും നമ്മളിങ്ങനെ വായിച്ച് നമ്മൾ ഷഹീദാണ്. എന്തിനെ കുറിച്ച് അവർ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിൽ 10-ൽ താഴെ വരുന്ന ആളുകളൊഴികെ ബാക്കി എല്ലാവരും ലക്ഷക്കണക്കിന് സഹാബികൾ കാഫിറുകളാണെന്ന വാദം. നമ്മളെ കയ്യിലുള്ള വിശുദ്ധ ഖുർആൻ കള്ളന്മാരായ തെമ്മാടികളായ സഹാബത്ത് എഴുതി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ പോലെ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പോലെയല്ല എഴുതിയത്. തിരിമറി നടത്തിയ കള്ളന്മാരാണ് സഹാബികൾ എന്നാണ് പോലെ വാദം. നിങ്ങൾ ആലോചിക്കണം. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്താക്കണം? നമ്മളിവിടെ സാധാരണ മുസ്ലിം എന്നല്ല പറയുന്നത്, ഷഹീദാണ്. എന്താ ഇസ്ലാമിലെ ഷഹീദ്? എന്താണ് ഇസ്ലാമിലെ ഷഹീദ് എന്ന് പറഞ്ഞാൽ? അഹ്ലുസുന്നയ്ക്ക് എങ്ങനെ ഷഹീദ്? അതുകൊണ്ട് നമ്മളൊന്നും പറയാതിരിക്കുക. ഒരു ഭാഗത്ത് അവർ പറയുന്നു, നൂറുകണക്കിന് ആളുകളെ വിളിച്ചു വരുത്തി മറഞ്ഞ മയ്യത്തിന് നിസ്കാരത്തിന് നടന്നുകൊണ്ടിരിക്കുക ഈ ഷഹീദിന് വേണ്ടിയിട്ട്. സോഷ്യൽ മീഡിയ നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുകയാണ് ഈ ഷഹീദിന്റെ ഫോട്ടോയും. യാ ഷഹീദ് സലാം, അള്ളാഹുവിന്റെ മണിരത്നമേ, സ്വർഗത്തിന്റെ അവകാശി. ആര്? ഇവര് മാത്രമല്ല, ഒരു വിഭാഗം മാത്രമാണ് നിരകളില്ല. പല സമസ്ത സംഘടനയിൽപ്പെട്ട ആൾ, കുറച്ച് ആളുകൾക്ക് അൽഹംദുലില്ലാ ബോധം വന്നു പറയുന്നുണ്ട് ഈ ഷിയാക്കളെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് പോലും പറഞ്ഞു തുടങ്ങി. അൽഹംദുലില്ലാ. മറ്റു ചില ആളുകൾ, ഈ പറയപ്പെട്ട ആളുകൾ, അവര് ഈ ഷഹീദിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഇയാളുടെ മഹത്വം പറയാണ്. ആര്? ഇസ്ലാമിനെ തകർക്കുന്ന ഈ ഷിയാക്കളുടെ മഹത്വം പറയാണ്. ഷിയാ നേതാവിന്റെ, ഷിയാ പണ്ഡിതന്റെ. എന്ന് മാത്രമല്ല, മുജാഹിദുകളിൽ തന്നെ ചില ആളുകൾ അദ്ദേഹത്തിന് അനുകൂലമായി കൊണ്ട് നമ്മളെയൊക്കെ ആളുകൾ, നമ്മളിൽ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ഈ പറഞ്ഞ ഷഹീദിന് എന്താണ്
പിന്നെ അനുകൂലമായിക്കൊണ്ട് റൈറ്റപ്പ് നടത്തുന്നത്. നമ്മുടെ കൗമിന്റെ മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയിലെ മുഖ്യ ചുമതല വഹിക്കുന്ന ഒരാൾ പോലും ഫേസ്ബുക്കിൽ കുറിക്കുകയാണ് ഷഹീദിന്റെ പദവി നൽകിയ. അപ്പൊ ഇവിടെ ഇസ്ലാം തകരുകയാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കണം. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഹുക്കുമാക്കൾ പറയുന്നുണ്ട്, അക്രമിയുടെ അക്രമത്തെക്കാൾ ഗൗരവമാണ് അറിവുള്ളവന്റെ മൗനം. അക്രമിയുടെ അക്രമത്തെക്കാൾ ഗൗരവമാണ് അറിവുള്ളവന്റെ മൗനം. കാരണം അക്രമികൾ ഈ അക്രമം പറയുമ്പോൾ, അയച്ചുവിടുമ്പോൾ, ഇസ്ലാമിനെ തകർക്കുന്നത് കാണുമ്പോൾ ഇപ്പൊ പറയണോ അപ്പൊ പറയണോ മിണ്ടാതിരുന്നാൽ അതിനേക്കാളേറെ ധാരാളക്കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ അതാണ് ഹക്ക് എന്ന് മനസ്സിലാക്കി ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കും. ഒന്ന് രാവാണ്, ഒന്ന് പകലാണ്. ഇസ്ലാം പകലാണ്, മറ്റേത് രാത്രിയാണ്. ഷിയായിസം ഖബറാരാധനയാണ്. യാ ഹുസൈൻ എന്ന് വിളിച്ച് നെഞ്ചത്തടിച്ച് കരയുന്നവരാണ്. സഹാബത്തിന് മുഴുവൻ കാഫറുകളാക്കുന്നവരാണ്. എന്നിട്ട് അതിൽ നിന്നും അതിന്റെ മുഖ്യ ചുക്കാൻ പിടിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അവരിൽ കൂട്ടത്തിൽ പല ആളുകൾ മരിച്ചു ഷഹീദാണ്. എന്നിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ല. ഇത് വലിയ ഗൗരവമാണ്. ഇത് വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് വരുന്ന തെറ്റുകളാണ് സോഷ്യൽ മീഡിയയിലും മറ്റിലൊക്കെ വരുന്ന നമ്മൾ ഷെയർ ചെയ്യണം, നമ്മൾ അറിയാതെ ഷെയർ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മുടെ വിഷയത്തിന്റെ ഭാഗമാണ് എന്ന് ഞാൻ പറയാൻ കാരണം. ആരാണ് ഷഹീദ്? ഇസ്ലാമിലെ ഷഹീദ് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി, മാ തഅദൂന ശുഹദാ ഫീകും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഷഹീദായിട്ട് നിങ്ങൾ ആരെയാണ് എണ്ണുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഖാലു യാ റസൂലല്ലാഹ് മൻ ഖുതില ഫീ സബീലില്ലാഹി ഫഹുവ ഷഹീദ്, അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തി ദീനിനു വേണ്ടി ഷഹീദായ ആളായിട്ടുള്ള മരിച്ചിട്ടുള്ള ആള് ഷഹീദാണ് എന്ന് പറഞ്ഞു. അടിവരയിട്ട് മനസ്സിലായി, അള്ളാന്റെ മാർഗത്തിൽ, കുഫറിന്റെ മാർഗത്തിലല്ല. കുഫറിന്റെ മാർഗത്തിൽ ജീവിതം കൊടുത്ത, കുഫറിന്റെ രാജ്യത്തിന് വേണ്ടി കുഫറിന് വേണ്ടി ജീവിതം കൊടുത്ത ആളല്ല. അള്ളാന്റെ മാർഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശിർക്കിന് വേണ്ടിയിട്ടല്ല. യാ ഹുസൈൻ അല്ല, യാ അലി അല്ല, യാ ഫാത്തിമയല്ല. ഈ ശിയാക്കളുടെ പഞ്ചദൈവങ്ങളാണത്. അതിനു വേണ്ടിയിട്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ആ ആദർശം കൊണ്ടുവന്ന സഹാബത്ത്, മനസ്സിലായില്ലേ? അവരെയെല്ലാം കുറ്റം പറയുന്ന ആളുകളല്ല ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ഷഹീദാകുന്ന ആൾ, അതിൽ മരണപ്പെടുന്ന ആൾ, അവർ ശുഹദാക്കളാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഈ പിന്നെ ആളുകൾ പറഞ്ഞു, ഷഹീദ് നിങ്ങൾക്ക് എന്താ അറിയാം? പറഞ്ഞു, സഹാബത്ത് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ശുഹദാ മിൻ ഉമ്മത്തി ഇദൻ ലഖലീൽ, അങ്ങനെയാണെങ്കിൽ എന്റെ ഉമ്മത്തിൽ കുറച്ച് ശുഹദാക്കളെ ഉണ്ടാവുള്ളൂ. എന്റെ ഉമ്മത്തിൽ വേറെ ഷഹീദിന്റെ പദവി കിട്ടുന്ന ആളുകളുണ്ട്. അപ്പൊ ആരാണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വീണ്ടും വിശദീകരിച്ചു, മൻ ഖുതില ഫീ സബീലില്ലാഹി ഹുവ ഷഹീദ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെട്ട ആൾ ഷഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി, ദീനിനു വേണ്ടി മരണപ്പെട്ട ആൾ ഷഹീദാണ്. വമൻ മാത ഫീ സബീലില്ലാഹി ഹുവ ഷഹീദ്, അതേപോലെ തന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെട്ട ആൾ ഷഹീദാണെന്ന് പറഞ്ഞു. വമൻ മാത ഫി ത്വാഗൂൻ ഫഹുവ ഷഹീദ്, പ്ലേഗ് രോഗം വന്നിട്ട് മരിച്ച ആൾ ഷഹീദാണ്. പ്ലേഗ് രോഗം വന്ന് മരിച്ച ആൾ ഷഹീദാണ്. വമൻ മാത, അതേപോലെ തന്നെ ഫിൽ ബത്നി, വയറ് രോഗം വന്നിട്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ശക്തമായ രീതിയിൽ വയറ്റുന്നുപോക്ക് വന്ന് മരിച്ചു എന്നതിന് വിശദീകരണം പറഞ്ഞു. മരിച്ചിരുന്ന ഷഹീദാന്ന് പറഞ്ഞു. വയറിന്റെ ഉള്ളിൽ രോഗം വന്നിട്ട് ക്യാൻസർ വന്നു, അത് ഇതിൽപ്പെടുന്നു പറഞ്ഞു. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അത് മാത്രമല്ല ഏത് വയറുമായി ബന്ധപ്പെട്ട് ഏതും ഷഹീദാണെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഏതായിരുന്നാലും വയറ് രോഗം വന്ന് മരിച്ച ആൾ ഷഹീദാണ്. അതേപോലെ തന്നെ അൽ ഖരീഖ്, മുങ്ങി മരിച്ച ആൾ ഷഹീദാണ്. ഇതൊക്കെ എന്താകണം? മുസ്ലിം ആയിരിക്കണം, മുഅ്മിനായിരിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ആളായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്ന കൂട്ടത്തിൽ അലി വലിയുള്ള എന്ന് പറഞ്ഞ് അലിയെയും ഹുസൈനെയും ഫാത്തിമയെയും ഹസനെയും ഹുസൈനെയും ഒക്കെ അള്ളാഹുവിന്റെ സ്ഥാനത്ത് അതിലപ്പുറം കൊണ്ടുവന്ന് വെക്കുകയും എന്നിട്ട് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരുടെ മസാറുകൾ കെട്ടി ഉയർത്തുകയും ചെയ്യുന്ന ആളാണ്. നിങ്ങൾക്കറിയാമോ പ്രിയമുള്ളവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തിക്കൊന്നതാര? അബൂ ലുഅ്ലത്ത് എന്ന് പറയുന്ന നീചനായ മനുഷ്യനാണ്. നമ്മുടെ നേതാവായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ജനങ്ങൾക്ക് ഇമാമായി സുബഹി നമസ്കരിക്കുകയാണ്. ആ സമയത്ത് വിഷപ്പുരട്ടിയ കടാരയുമായി കൊണ്ട് അബൂ ലുഅ്ലത്ത് എന്ന നീചൻ വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടിവയറ്റിന് കുത്തിക്കയറ്റി ഉമർ റളിയല്ലാഹു അൻഹു വീണു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയും അതേപോലെ തന്നെ ബാക്കി സഹാബികളും എല്ലാവരും എത്തി. മരണോപ്രാളത്തിൽ കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സക്രാത്തുൽ മൗത്തിന്റെ സമയമാണ്.
വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്തപ്പോ കുടലിലൂടെ പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി, മണ്ണുക്കൊഴുകി, പള്ളിയിൽ ഒഴുകിയെന്ന ഈ അബൂലുലത്തിന്, ഈ അബൂലുലത്ത് എന്ന് പറയുന്ന മനുഷ്യന്റെ ജാറം എവിടെയുണ്ട്? ഇറാനിലുണ്ട്. നോക്കണം നിങ്ങൾ. ബാബ ഷഹീദ് എന്ന വലിയാണ് അവർക്ക്. ഉമർ റളിയല്ലാഹു അൻഹു കൊന്ന ആള്, ഉമർ റളിയല്ലാഹു അൻഹു കൊന്നോന്റെ ജാറം കെട്ടി ഷഹീദ്, പിന്നെ അള്ളാന്റെ വലിയാണ്, പുണ്യപ്രവർത്തനം ചെയ്ത ആളാണെന്ന് പറഞ്ഞ് വിളിച്ചു പ്രാർത്ഥിക്കുന്ന, പർച്ചോനാക്കി കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് ഷിയാക്കൾ. ഇതെങ്ങനെ പറയാതിരിക്കാൻ പറ്റും? അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഷിയ, സാധാരണ ഷിയല്ല, ഷിയ നേതാവ്, ഷിയ പണ്ഡിതനാണ് ഈ അലി, ഈ ഖാംനഈ. അദ്ദേഹം ഷഹീദാണ്. ഒരാൾ മരിച്ചു, സ്വാഭാവികമായിട്ടും ഈ രാജ്യം നമ്മൾ ആ യുദ്ധത്തെ അപലപിക്കുന്നു. ഈ അമേരിക്കയും ഇസ്രായേലും എന്തിനാണ് അറേബ്യൻ രാജ്യങ്ങളെ തകർക്കുന്നത്? അവിടെ അണുവായുധമുണ്ട്, അവിടെ പ്രശ്നമുണ്ട്, അവർ ഭീകരരാണ്. ആരായി പറയുന്നത്? അതിനെ നമ്മൾ ശക്തമായി അപലപിക്കുന്നു. ഇവർ ചെയ്യുന്ന തോന്നിവാസത്തെ അത് ഇറാനെ അടിച്ചാലും ആരടിച്ചാലും നമ്മൾ അപലപിക്കുന്നു. അത് ശരിയല്ല. അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ശക്തമായി അപലപിക്കുന്നു. രണ്ട് ശത്രുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു. അതിന്റെ പേരിൽ ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഇറാൻ ശക്തമായി ബോംബ് വർഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ, നമ്മൾ GCC കൺട്രികളിൽ പല ആളുകൾക്കും പരിക്കുപറ്റുന്നു, വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. കാരണം ഇറാന്റെ ലക്ഷ്യം അതാണ്, ഇതൊക്കെ തകരണം. മക്കയും മദീനയും അടക്കം ഇസ്ലാമിക രാജ്യങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കുമെന്നാണ് അവരുടെ ഖുത്ത ഹംസീനിയ. അവർക്ക് 50 വർഷത്തെ പദ്ധതിയുണ്ട്. അവരുടെ പദ്ധതിയിൽ വിട്ടതാണിത്. അവരുടെ വിശ്വാസം തരും, ഞങ്ങൾ കഅബ തകർക്കും, മസ്ജിദുൽ ഹറാം തകർക്കും, മസ്ജിദ് നബിയെ തകർക്കും. മസ്ജിദ് നബിയിൽ തകർത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ നിന്നുള്ള 2 റസൂലുള്ളാഹിന്റെ അങ്ങേയറ്റത്തെ കൂട്ടുകാരായ അബൂബക്കർ ഉമർ ശരീരം ഞങ്ങൾ പുറത്തെടുക്കും. അവർ പറയുന്നത് ആ 2 ചതിയന്മാരെ, മുഹമ്മദ് മുസ്തഫയുടെ അടുക്കൽ കിടക്കുന്ന 2 ചതിയന്മാരെ ഞങ്ങൾ പുറത്തെടുക്കും. എന്നിട്ട് ഞങ്ങൾ കുരിശിൽ തറക്കും. എന്നിട്ട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് അലിയെ ചതിച്ചത്? എന്തിനാണ് ഫാത്തിമയെ കൊന്നത്? ഫാത്തിമയെ കൊന്നത് ഇവരാണ്. ഇതാണ് ജൂതന്റെ ഷിയായുടെ ആദർശം. എന്നിട്ട് കത്തിക്കും. എന്നിട്ട് കത്തിച്ചിട്ട് ഞങ്ങൾ പുഴയിൽ ഒഴിക്കും, വെള്ളത്തിൽ ഒഴിക്കും. ഇത് പറയുന്നവരാണ് ഷിയാക്കൾ. അപ്പൊ 2 ഇസ്ലാമിന്റെ ശത്രുക്കൾ പരസ്പരം യുദ്ധം ചെയ്ത് ഒരാൾ മരിച്ചു ആയിക്കോട്ടെ, നമ്മൾ ആരും ഒന്നും പറയണ്ട, അയാൾ ഷഹീദാണോ ഷഹീദല്ലേ ഒന്നും നമ്മൾ പറയാൻ പോണില്ല. പക്ഷേ ഇവിടെ ഷഹീദിന്റെ പരിവേഷം മുസ്ലിം സംഘടനകളും അതേപോലെ തന്നെ കൗമിന്റെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരൊക്കെ പറയുമ്പോൾ അത് എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെടും. ഇത്ര വലിയ കുഫർ പറയുന്ന ഈ ആളുകളും അഹ്ലുസുന്നയും ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവും. നോക്ക് നിങ്ങൾ, ഖുമൈനി ഇറാൻ പിടിച്ചടക്കി. ഞാൻ പറഞ്ഞല്ലോ, ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ, ഇറാന്റെ പോപ്പുലേഷൻ ആ സമയത്ത് 1970 ഇറാന്റെ പോപ്പുലേഷൻ നോക്കണം നിങ്ങൾ, കോടിക്കണക്കിന് ആളുകൾ പലായനം ചെയ്തു, ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു. ക്രൂരമായ പിന്നെ നരഹത്യയാണ് ഇറാൻ വിപ്ലവകാലം നടന്നത്. അഹ്ലുസുന്നയെ തെരഞ്ഞു പിടിച്ചു കൊന്നു. എത്രയാണ് തകർത്തത് പ്രിയമുള്ളവരെ! ഈ ഇറാനിലും അതേപോലെ തന്നെ ഇറാൻ വന്നതിന് ശേഷം സിറിയയിൽ ബഷാർ അൽ അസദിനെ സഹായിക്കാൻ വേണ്ടി, ബഷാർ ഹാഫിസ് അൽ അസദിന് ശേഷം ബഷാർ അൽ അസദ്, ഇവരൊക്കെ ഷിയാക്കളാണ്, അപകടകാരികളായ ഷിയാക്കളാണ്. ഇവരെ സഹായിക്കാൻ വേണ്ടി ഇവരവിടെ അവരുടെ നാട്ടിൽ സിറിയയിൽ നരനായാട്ട് നടത്തുകയാണ്. എത്രയാണ് മുസ്ലിങ്ങളെ കൊന്നു തള്ളിയത്? ഇതൊന്നും പത്രങ്ങളിൽ വരുന്നില്ല. ആ കാലഘട്ടത്തിൽ അറബി പത്രങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയോ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അറബി പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ കേട്ട നമ്മൾ അഖീദ പഠിക്കുന്ന, നമ്മൾ വിശ്വാസം പഠിക്കുന്ന അഹ്ലുസുന്നയുടെ അന്ന് ജീവിച്ചിരിക്കുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരോട് ചോദിച്ചാൽ അത് മനസ്സിലാവും. അവരിൽ നിന്നാണ് നമ്മൾ, അതാണ് നമ്മളുടെ സോഴ്സ്. ഏതെങ്കിലും ജൂതന്റെയോ ഷിയാക്കളുടെയോ പത്രങ്ങളോ സംസാരങ്ങളോ അല്ല നമ്മുടെ സോഴ്സ്. നമുക്ക് നമ്മുടെ യഥാർത്ഥ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞുതരും. എത്രയാണ് ഇന്ന് ഇയാളുടെ മരണം നടന്നു. നിങ്ങൾ പലപ്പോഴും പലരുടെയും വീഡിയോ കണ്ടിട്ടുണ്ടാവും. പല മുസ്ലിങ്ങളും ആഘോഷ തിമിർപ്പിലാണ്. പള്ളികളിൽ, പള്ളിമിനാരങ്ങളിൽ നിന്നും ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, പടച്ചറപ്പ് നിങ്ങളെ വിടില്ല, ഞങ്ങളെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന സമയത്ത്, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് പടച്ചറപ്പ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് നിലവിളിച്ചിരുന്നു. പടച്ചറപ്പ് നിങ്ങളെ വെറുതെ വിടൂല അന്ന് അവർ പറഞ്ഞിരുന്നു. അതാണ് സംഭവിച്ചത് എന്ന് ഇന്ന് സിറിയയിലെയും അതേപോലെ തന്നെ ലെബനാനിലേക്ക് പള്ളികളിൽ നിന്നും മിമ്പറുകളിൽ നിന്നും ഖതീബുമാർ പ്രസംഗിക്കുകയാണ്.
والآن رأينا كيف استجاب الله لدعوات الأمهات. ولذلك الطفل الذي قال عندما كان يحتضر يوم أخرج من تحتي الردم قال سأشكوكم إلى الله، سأشكوكم إلى الله. أو تظنون أن الله لم يسمع شكايته وبأن الله لم يسمع أنين النساء واستكالا؟ لا والله، هؤلاء الذين أنوا وبكوا وناحوا من الظلم الذي وقع عليهم على سنوات لا يمكن لهم إلا وأن يروا بأم أعينهم كيف ينتقم الله ممن ظلمهم. فلذلك أنتم الآن تلطمون فالطموا لا تشبعوا. نسأل الله أن تبقى الأتراح والأحزان في دياركم مستمرة. فلقد بكينا كثيرا ودفنا أحبابا تحت التراب كثر. والله عز وجل ليس بظلام للعبيد. وإن لكل ظالم نهاية، وإن لكل ظالم يوما، سواء كان بأيدينا أو بأيدي غيرنا. فإن الله يسلط الظالمين على الظالمين ويسلط ظالما على ظالم. فما حدا يزعل، ما بدي زعل. كنتوا تحكوا وتفرحوا وترقصوا وتذكرونا بشو؟ المجد البراميل. نسيتوها؟ نحن ما نسيناها، نحن ما نسيناها. لما كنتوا تاكلوا الحلويات والبراميل ترمى علينا من الطائرات، نسيتوها؟ نحن ما بننساها. الأسى ما بيتنسى. فلذلك دماؤنا غالية علينا. ونختم بما قلناه عن الإمام الأوزاعي: إن شاء الله هلك فاجر فالحمد لله، وإن شاء الله يهلك الفاجر الآخر نتنياهو عما قريب ومن معه، فنقول الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم لا ترفع لظالم راية ولا تحقق له غاية، واجعلهم إلهنا لمن خلفهم آية، والحمد لله رب العالمين. ബാങ്ക് കൊടുക്കണമായി പിന്നെ അവരുടെ തക്ബീർ ധ്വനികൾ ഇവരുടെ പേര് പറഞ്ഞുകൊണ്ട് വരികയാണ്. ആളുകൾ നഗരങ്ങളിൽ സന്തോഷത്തിൽ എന്തിനാണ് ഇതുണ്ടായത്? നമ്മളിത് വെറുതെ പറയണം, വെറുതെ കൊന്നു, വെറുതെ അവിടെ കൊന്നു ഇവിടെ കൊന്നു എന്ന് പറയണം. അല്ല, ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നതുകൊണ്ട് അവരുടെ മക്കൾ, അവരുടെ പേരക്കുട്ടികൾ ഇന്ന് ആഘോഷത്തിമിർപ്പിലാണ്. എന്ത്? ഇയാള് കാരണം. ഇയാളാണ്, ഇവരാണ് നേതൃത്വം കൊടുത്തത്. ഖുമൈനിയുടെ ഏറ്റവും വലിയ ശിഷ്യനാണ് ഇയാൾ. ഇസ്ലാമികരണം വന്നപ്പോൾ ഒന്നാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ഈ പറയപ്പെട്ട ഖാംനഈ. അവരുടെ ഇറാനിൽ അഹ്ലുസുന്നയുടെ രാജ്യം പിടിച്ചടക്കി ഒരുപാട് ആളുകൾ പലായനം ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകൾ ആലപ്പുഴയും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും അവർ പിന്നെ കൊലപാതകം നടത്തി ബന്ധങ്ങളിൽ ചവിട്ടിക്കയറിയിട്ടാണ് അധികാരം പിടിച്ചെടുത്തത്. പല ഇസ്ലാമിക രാജ്യങ്ങളും അവർ പിടിച്ചെടുത്തു. എന്നിട്ട് അവിടുത്തെ ഒന്നാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ഇയാൾ. ഇന്ന് മരിച്ച ആൾ, 2 ദിവസം മുമ്പ് മരിച്ച ആൾ. അന്ന് ഖുമൈനി ആയിരുന്നു അവരുടെ പരമോന്നത നേതാവ്. അങ്ങനെ ഖുമൈനിയുടെ അടുത്ത ശിഷ്യനാണ് ഇയാൾ. ഖുമൈനി മരിച്ചതിന് ശേഷം പരമോന്നത നേതാവായിട്ട് ഇയാൾ വന്നു. അപ്പൊ ഇയാൾ കേവലം ഒരു മനുഷ്യനല്ല, ഷിയായിസത്തിന്റെ പരമോന്നത നേതാവ് പോലെ പണ്ഡിതനാവല്ലേ, ഷിയായിസത്തിന്റെ പണ്ഡിതനാണ് ഇയാൾ. ഷിയാക്കളുടെ പണ്ഡിതനാണ്, ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. ഷിയായിസത്തിന്റെ അവരുടെ രാഷ്ട്രീയ നേതാവാണ്. ഇയാളിലൂടെയാണ് ഇസ്ലാമിന്റെ സംരക്ഷണം വരിക. ഹറമുകൾ ഇയാളുടെ കയ്യിൽ വരണം. ഇയാളാണ് ഇനിയുള്ള നായകൻ. എന്തെല്ലാം വർത്തമാനങ്ങളാണ്. ആര്? ഇസ്ലാമിന്റെ നായകനാണ്. ഈ ഷിയാക്കളുടെ കയ്യിൽ ഹറമ കിട്ടിയ എന്താ അവസ്ഥ? എന്തായിരിക്കും സഹോദരന്മാരുടെ അവസ്ഥ? അതുകൊണ്ട് ഇതിനെ ഷഹീദായി അവതരിപ്പിക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല, സലഫികൾക്ക് സാധിക്കില്ല, തൗഹീദിന്റെ ആളുകൾക്ക് സാധിക്കില്ല. തൗഹീദിനോട് കൂറില്ലാത്ത ആളുകൾക്ക് പറ്റും, ഇഖ്വാൻ മുസ്ലിമീന്റെ ആളുകൾക്ക് പറ്റും. അവർക്ക് തൗഹീദിനോട് കൂറില്ല, അവർക്ക് തൗഹീദ് പ്രശ്നമല്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആരെയും കുറ്റം പറയില്ല, നമ്മൾ ഉള്ളത് വാസ്തവസ്ഥയായിട്ട് പറയണം. ജമാഅത്തെ
CM-യുടെ ഒരു പടച്ചന എന്ന് പറഞ്ഞു, CM-യുടെ ഒരു പടച്ചന എന്ന് പറഞ്ഞു. അതിനെതിരെ ഒരു പ്രഭാഷണം ജമാഅത്തെ ഇസ്ലാമിൽ കേട്ടണം, ഒരു ഉത്ബോധനം. ഈ തൗഹീദ് പച്ചക്കോടെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ എത്രയാണ് നൂറുകണക്കിന്, ദശക്കണക്കിന്, നൂറുകണക്കിന് ജാറുകൾ, അതിനെതിരെ ജാറ വ്യവസായങ്ങൾ, ഖുറാഫാത്ത്, ബിദ്അത്ത്, ശിർക്കുകൾ, ഇതിനെതിരെ ഒരു ഖണ്ഡനം, ഒരു പൊതുപ്രഭാഷണം, ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെടുത്താൻ. എന്ത് കാരണം? ഓല അജണ്ടല്ല, ഓല അജണ്ട അതല്ല. തൗഹീദിലേക്ക് ആളുകൾ വരിക, ഇസ്ലാമിന്റെ അടിസ്ഥാനം പറഞ്ഞു കൊടുക്കുക, അത് അവരുടെ അജണ്ടയെ അല്ല. അപ്പൊ ഇസ്ലാമും ഇസ്ലാമിന്റെ ആദർശം അജണ്ട അല്ലാത്ത ആളുകൾ ഷിയായിസത്തിന്റെ ആദർശം അജണ്ടയായി സ്വീകരിക്കുക, അത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ അതൊക്കെ പറയും. അപ്പൊ നമ്മൾ ഉണ്ടാതിരിക്കുന്നതാണ് തൗഹീദ്. നമ്മൾ എല്ലാവർക്കെതിരെയും പറയും, എല്ലാവർക്കെതിരെ, എല്ലാ ശത്രു, ദീനിന്റെ ശത്രുക്കൾക്കെതിരെ ആരായാലും പറയും. ഇവർ പറയുമ്പോൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതിന്റെ വലിയ വലിയ പരിക്കുണ്ടാകുന്നുണ്ട് ഇവിടെ, വലിയ പരിക്ക് നമുക്കിവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തിനാ ഇപ്പൊ പറയണമെന്ന് പറഞ്ഞതാണ്, ഇതിനെ മുഴുവനായിട്ടും ദീനിന്റെ മുഹമ്മദ് റസൂലുള്ളാഹി ഈ ഷിയാക്കളെയും ഷിയാ നേതാക്കന്മാരെയും അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സുഹൃത്തുക്കളെ, ഇത് അന്ധകാരമാണ്, ഇത് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ആദർശമാണ്, ഇത് അഹ്ലുസുന്നയാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട, അഹ്ലുസുന്നയുടെ നേതാക്കന്മാരാണ് തെറ്റിദ്ധരിക്കണ്ട. നല്ല ദാടിയും തലപ്പാവും ഉള്ളത് കൊണ്ട് ഇവർ ദീനിന്റെ ആൾക്കാരാണെന്ന് വിചാരിക്കേണ്ട. ദീനെ തകർക്കാൻ വന്ന ദീനിന്റെ ഉള്ളിലുള്ള എല്ലാ ആളുകളും ദാടിയും തലപ്പാവും ഉള്ളവരായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇല്ലെങ്കിൽ ഈ മൗനം കുറ്റകരമാണ്. അതാണ് ഹുക്മാക്കൾ പറഞ്ഞത്. അക്രമികൾ ചെയ്യുന്ന തോന്നിവാസത്തിനേക്കാൾ ഭീകരമായ അല്ലെങ്കിൽ വലിയ വലിയ വില അറിവുള്ളവരുടെ മൗനത്തിന് കൊടുക്കേണ്ടി വരും. കാരണം ആളുകൾ തെറ്റിദ്ധരിക്കും, ആളുകൾക്ക് അതിൽ അവബോധമില്ലാതിരിക്കും. കാരണം ഈ അക്രമികളുടെ മീഡിയകളിൽ അതിൽ നിന്നാണ് പൊതുബോധം സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മളെ ഈ മീഡിയ മണ്ണും ആദ്യം ഇതൊക്കെ വായിച്ചാൽ ഇതാണ് അഹ്ലുസുന്ന, ഇതാണ് ദീനിന്റെ ആൾക്കാർ എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ശക്തമായി നമ്മൾ ഈ ആക്രമണത്തെ, ഇറാൻ ആക്രമിച്ചതിനെയും, അതേപോലെ തന്നെ ആരായി പറയുന്നത് അവിടെ അണുവായുധമുണ്ട്, അതേപോലെ തന്നെ ഇവർ അക്രമികളാണ്, ഇവർ ഭീകരന്മാരാണെന്നൊക്കെ പറയുന്നത് ആരാ? അതിന്റെ വലിയ ഹെഡ് ഓഫീസുകളെ പറയുന്നത്. അതിനെ നമ്മൾ എതിർക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നടപടിക്രമം അത് ഇവിടെ നടന്നിരിക്കുകയാണ്. അപ്പോ ഒന്നും പറയാൻ പോണ്ട, ഒരാൾ മരിച്ചു, അതെ, ആ അക്രമത്തിന്റെ അതിന്റെ രാഷ്ട്രീയ മാനങ്ങൾ സംസാരിക്കാന്നല്ലാതെ മതപരമായി കൊണ്ട് അയാളെ ഉയർത്തിയത് ആരാണ്ട് ഈ പിന്നെ ഈ ഇരുട്ടിനെ ഉയർത്തിക്കൊണ്ടുവന്നാൽ അവിടെ അഹ്ലുസുന്നയുടെ ആളുകൾ അത് ഇടപെടുക എന്നുള്ളത് ദീനിയായ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. നോക്ക് നിങ്ങൾ, ഇവിടെ ആരായിരുന്നു നമുക്കറിയാം? ഇറാന് IRGC അഥവാ ഇറാൻ റവല്യൂഷണറി ഗാർഡ്, അവരുടെ ഒരു സൈനിക സംവിധാനമാണ്, അഥവാ ഫൈലക് അൽ ഖുദുസ് അൽ ഇറാനി എന്ന് പറയുന്ന അവരുടെ ഒരു റവല്യൂഷണറി ഗാർഡ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അഥവാ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഷിയായിസം അത് പിടിച്ചെടുക്കുകയും ഷിയായിസം വളർത്തുവാനും ഷിയാ സ്വാധീനമുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കുകയും എന്നിട്ട് ഭരണം പിടിച്ചെടുക്കുകയും അട്ടിമറി നടത്തുകയും ചെയ്യാനുള്ള പ്രവർത്തനമാണ് ഈ ഗാർഡിന്റെ പ്രധാന പ്രവർത്തനം. ഖാസിം സുലൈമാനി എന്ന് പറയുന്ന കൊടും ഭീകരനായിരുന്നു അതിന്റെ നേതാവ്. ഇതേപോലെ തന്നെ ചങ്ങായി കൊല്ലപ്പെട്ടു. ആ ചങ്ങായി കൊല്ലപ്പെട്ടപ്പോൾ ഇവിടെ ഷഹീദാണ്. ആ ചങ്ങായി കൊല്ലപ്പെട്ടപ്പോൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, നിങ്ങൾ ആ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കൂ. എത്രയാണ് ഖാസിം സുലൈമാനിയുടെ നേതൃത്വത്തിൽ പിന്നെ സിറിയയിലും ഇറാഖിലും ലിബിയയിലും യമനിലുമൊക്കെയുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ അവർ നരനായാട്ട് നടത്തിയിട്ടുള്ളത്. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഖുമൈനിയുടെ കാലഘട്ടത്തിൽ, അഥവാ ഇന്ന് ഈ ഖാംനയുടെ സൈന്യമാണ് എന്താക്കുന്നത്, കാലഘട്ടത്തിലാണ് സിറിയയിലേക്ക് അയക്കുന്നത്, ബഷാർ അസദിന്റെ നാട്ടിലേക്ക്, സുന്നികളെ തകർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്, എന്ത്, യസീദിന്റെ സൈന്യത്തെ തകർക്കാൻ അലിയുടെ സൈന്യം പുറപ്പെട്ടു. ആര്? അഹ്ലുസുന്നയെ തകർക്കാൻ. ലക്ഷക്കണക്കിന് അഹ്ലുസുന്നയുടെ നരനായാട്ട് നടത്തിയ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച ആളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഷഹീദ് എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ സിറിയ അഹ്ലുസുന്നക്ക് തിരിച്ചു കിട്ടി. അഹമ്മദ് ഷറായി എന്ന് പറയുന്ന ഒരു നല്ലൊരു ധീരനായ ചെറുപ്പക്കാരനാണ് ഇന്ന് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലാത്ത അത്ഭുതമാണ് സിറിയയുടെ മാറ്റം. ഹാഫിദ് അസദും ബഷാർ അസദും അവിടെ ചെയ്യാത്ത ദുരന്തങ്ങളും പീഡനങ്ങളും ഇല്ലായിരുന്നു അഹ്ലുസുന്നക്ക്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനം അങ്ങനെയാണ്. പെട്ടെന്നാണ് സിറിയ അഹ്ലുസുന്നക്ക് കീഴിൽ വരുന്നത്.
ഏറ്റവും നല്ല ഭരണം അൽഹംദുലില്ലാഹ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ സഹോദരന്മാരെ, അഹ്ലുസുന്നയെ മുസ്ലിമീങ്ങളെ ഷിയാ മുസ്ലിം സുന്നി മുസ്ലിം എന്നാണല്ലോ അറിയപ്പെടുന്നത്. സുന്നി മുസ്ലിങ്ങൾ അഹ്ലുസുന്നയെ കൊലപ്പെടുത്തുക എന്നുള്ളത് ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പിന്നെ അവർക്ക് സുന്നത്തായ കാര്യമാണ്, പുണ്യകർമ്മമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബഷാർ അൽ അസദിന്റെയും അതേപോലെ തന്നെ അവരുടെ നേതൃത്വത്തിലും ഹിസ്ബുള്ള എന്ന ഈ ഇറാന്റെ അതേപോലെ ഈ ഷിയ മിലിറ്റന്റ് ഗ്രൂപ്പുകളുടെയൊക്കെ പിന്നെ നേതൃത്വത്തിൽ ഒരുപാട് കൊലപാതകങ്ങൾ, ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ, പതിനായിരക്കണക്കിന് മുസ്ലിമീങ്ങളെ ഈ പറയപ്പെട്ട അറേബ്യൻ രാജ്യങ്ങളിൽ, അഹ്ലുസുന്നയുടെ രാജ്യങ്ങളിൽ, ഇറാഖിൽ ഒക്കെ കൊലവിളിക്കുകയും ഒരുപാട് കോടിക്കണക്കിന് ആളുകൾ തന്നെ പലായനം ചെയ്യുകയും ചെയ്തു, പല രാജ്യങ്ങളിലേക്ക് ആയിക്കൊണ്ടു. കാരണം ആ നാട്ടിൽ നിന്നും പോയാൽ ഇവർക്ക് അത് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇന്ന് ഈ രാജ്യങ്ങളൊക്കെ യമനിന്റെ പ്രധാന ഏരിയ ഷിയകളുടെ കയ്യിലാണ്. ഇറാഖ്, അതുപോലെ തന്നെ സിറിയ പ്രധാനമായിട്ടും, പിന്നെ ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന ഇറാൻ, സിറിയ അൽഹംദുലില്ലാഹ് തിരിച്ചു അള്ളാന്റെ തൗഫീഖ് കൊണ്ട് കിട്ടി. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയപ്പെട്ട ഈ ഷിയ നേതാക്കന്മാര് മരണപ്പെട്ട സമയത്തൊക്കെ ഹസൻ നസറുള്ള ഹിസ്ബുള്ളയുടെ നേതാവായിരുന്നു. ഹിസ്ബുള്ളയുടെ പ്രവർത്തനമൊക്കെ നിങ്ങൾ അറബി ഉലമാക്കളോട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിച്ച പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കൂ. ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന ഷിയാക്കളുടെ സംഘടനയാണ്. അവർ നടത്തിയിട്ടുള്ള ചെയ്തികൾ, അവർ നടത്തിയിട്ടുള്ള നരനായാട്ടിന്റെ പിന്നെ കണക്ക് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. ഈ ഹസൻ നസറുള്ള ഇതേപോലെ തന്നെ കൊല്ലപ്പെട്ടു. ഇതൊക്കെ അള്ളാന്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ്. ശത്രുക്കളെ കൊണ്ട് ശത്രുക്കളെ ഇല്ലാതാക്കി. ഹറമുകളിൽ നിന്നും ഉയരുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയാണത്. ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളുടെ പ്രാർത്ഥനയാണ് മിമ്പറുകളിൽ നിന്നും. അതേപോലെ തന്നെ അവരുടെ കുനൂത്തും അവരുടെ രാത്രിയുടെ അന്ത്യയാമങ്ങളിലും അവരുടെ പ്രാർത്ഥന. ഒരിക്കൽ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഉംറക്ക് പോയ സമയത്ത് മുൽത്തസിമിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കയറാണ്. ഭയങ്കര തിരക്ക്. നമുക്കറിയാം മുൽത്തസിമിൽ പ്രാർത്ഥന. മുൽത്തസിം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഹജറുൽ അസ്വദിന്റെയും കഅബയുടെ വാതിലിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് മുൽത്തസിം. മുൽത്തസിം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നിർബന്ധമായിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ശരീരം മുൽത്തസിമിലേക്ക്, കഅബയുടെ ആ ചുമരിലേക്ക്, ആ ഭാഗത്തെ ചുമരിലേക്ക് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഉത്തരം കിട്ടുന്ന സ്ഥലമാണ് ഇത് മുൽത്തസിം. കഅബയുടെ ആ ഭാഗം മാത്രമേ ഉള്ളൂ. ഹജറുൽ അസ്വദിന്റെയും കഅബയുടെ വാതിലിന്റെ ഇടയിലുള്ള സ്ഥലം. ബുദ്ധിയുള്ള ആൾക്കാർ അവിടെ തിരക്കിന് കാണാൻ പറ്റും. അങ്ങനെ ഞാൻ അവിടെ എത്തി. തിരക്കി അഥവാ പ്രയാസപ്പെട്ട് അവിടെ വന്നു. അവിടെ വന്നപ്പോ എന്റെ അടുത്ത് ഏകദേശം 10-15 മിനിറ്റുള്ള അവിടെ നിന്ന് മാറിയാലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. ഒരാള് അവിടെ നിൽക്കണം. ഒരു ചെറുപ്പക്കാരൻ. ഇദ്ദേഹം മാറി പോയിട്ടുള്ള എനിക്കാണ് പോകാൻ, അവിടെ നിന്ന് ഇങ്ങനെ കയറാൻ പറ്റണില്ല. അപ്പൊ ഇദ്ദേഹം അവിടെ പ്രാർത്ഥിക്കുന്നു. കരഞ്ഞും അദ്ദേഹത്തിന്റെ കണ്ണുനീരും മൂക്കൊക്കെ ഒലിച്ച് അല്ലാഹുമ്മ അലൈക ബശാർ, അല്ലാഹുമ്മ അലൈക ബശാർ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കണം. എന്നിട്ട് അദ്ദേഹം പറയേണ്ട അദ്ദേഹത്തിന്റെ സഹോദരനെ കൊന്നത്, അദ്ദേഹത്തിന്റെ സഹോദരികളെ പിന്നെ കുടുംബക്കാരെ പീഡിപ്പിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കണം. ഞാൻ മെല്ലെ അവിടെ നിന്ന് പോയി അദ്ദേഹം അവിടെ നിൽക്കേണ്ടതെന്ന് മനസ്സിലായി. എന്റെ അനുഭവമാണ് പ്രിയമുള്ളവർ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് അപ്പുറത്തേക്ക് മാറി. അദ്ദേഹം കരഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പിന്നെ എന്താണ് ഈ ഇഹ്റാമിന്റെ തുണിയേറ്റ് മൂക്കും കണ്ണൊക്കെ തുടച്ച് അവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഒരു മനുഷ്യൻ. അല്ലാഹുമ്മ അലൈക ബശാർ, അല്ലാഹുമ്മ അലൈക ബശാർ എന്ന് പറഞ്ഞ് ഒരു അറബി ചെറുപ്പക്കാരൻ പ്രാർത്ഥിക്കണം. സിറിയയിൽ നിന്നുള്ളതായിരിക്കണം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്ര ഭീകരമായ അവസ്ഥ. അതുകൊണ്ടാണ് ഇന്ന് ഇയാൾ കൊല്ലപ്പെട്ടപ്പോ അറബിൻ രാജ്യങ്ങളിൽ ആഘോഷവും അതേപോലെ തന്നെ സന്തോഷവും അലതള്ളിയത്. ഇതൊക്കെ നമ്മൾ വെറുതെ പറയണം, അങ്ങനെ കൊല്ലം നടന്നിട്ടില്ല എന്ന് പറയുന്ന ആളുകൾക്ക് മറുപടിയാണ് ആ പറയപ്പെട്ട ആഘോഷങ്ങൾ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ചരിത്രം പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടെ നമ്മൾ ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഖുമൈനി എന്ന് പറയുന്ന നീചനായ ഖുമൈനിയെ കുറിച്ച് പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ കാഫിറാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് കാഫിറാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം. കാഫിറാണ്, ഷിയ നേതാവായിരുന്നു. അതിന്റെ ഖുമൈനി പോയപ്പോൾ രണ്ടാം അദ്ദേഹത്തിന്റെ ശേഷം പിന്നെ ഷിയാക്കളുടെ ലോക ഷിയാക്കളുടെ നേതാവായി, ഇറാന്റെ നേതാവായി, പരമോന്നത നേതാവായി വന്ന ആളാണ് ഇപ്പൊ മരിച്ചത്. അയാളുടെ പേര് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ഖുമൈനിയുടെ വാദം എന്താ അറിയോ? അദ്ദേഹത്തിന്റെ ഫിഖിന്റെ കിതാബുണ്ട്, കിതാബ് ത്വഹാറ. അപ്പൊ അദ്ദേഹം പറയണേ ഏതൊക്കെയാണ് നജസ്സുകൾ ഇങ്ങനെ പറയണുണ്ടോ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട്
അവസാനം 10ാമത്തെ വിഭാഗം കാഫിറുകൾ എന്നിട്ട് നജസാണോ നജസല്ലേ എന്ന് ചർച്ച ചെയ്യും. അതിൽ പറയണം ആയിഷ വസുബൈർ വത്വൽഹത്ത് വമുആവിയ. ആരാണ്? ആയിഷ ബീവി. അതേപോലെ തന്നെ സുബൈർ റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു. അവർ നായകളെക്കാളും പന്നികളെക്കാളും മോശമാണ്. ആര്? ഇപ്പൊ മരിച്ച ആള്, അയാളുടെ ആദർശം, അയാളുടെ ഉസ്താദിന്റെ ആദർശം നായകളെക്കാളും പന്നികളെക്കാളും മോശപ്പെട്ടവരാണ്. എന്നാലും തൊട്ടാ നജസില്ല. കാഫിറുകൾ ഇന്നമൽ മുശ്രിക്കൂന നജസ് എന്ന് പറഞ്ഞല്ലോ, ആ നജസില്ല. തൊട്ടാ നജസില്ല, തൊട്ടാ ഓതെടുക്കണ്ട. ആരെക്കുറിച്ചായി പറയുന്നത്? ഇതാണ് ഷിയാക്കൾ. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള ആളുകളെയാണ് ഷഹീദ് എന്ന് പറഞ്ഞ ഹൈപ്പ് കൊടുത്തിട്ട് മയ്യത്ത് നിസ്കാരം സംഘടിപ്പിച്ചിട്ട് കണ്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മുഴുവൻ ഇന്ന് തട്ടിത്തടഞ്ഞ് നമുക്കാണ് കയറാൻ പറ്റില്ല. തട്ടിത്തടഞ്ഞ് വീഴാണ്. ഷഹീദിന്റെ പോസ്റ്ററുണ്ട്. ഇന്നും നെല്ലും തുടങ്ങിയല്ല. ഈ അസൻ നസറുള്ള മരിച്ച സമയത്തും അതേപോലെ തന്നെ കാസിം സുലൈമാനി എന്ന രണ്ട് ഭീകരന്മാർ കൊല്ലപ്പെട്ട സമയത്തും ഈ ചങ്ങായി കൊല്ലപ്പെട്ട സമയത്ത് നമ്മൾ കാണാണ്. അപ്പൊ നമ്മളും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാം. ഇത് ഗൗരവമാണ്. പടച്ചോണ്ട് നമ്മൾ സമാധാനം പറയണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? റളിയല്ലാഹു അൻഹു എന്ന് പറയും. ഈ ഉമ്മത്തിലെ 1ാം റാങ്കുകാരനാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കറിനേക്കാൾ എനിക്ക് അദ്ദേഹത്തിന്റെ സമ്പത്ത്, അദ്ദേഹത്തിന്റെ എല്ലാം എനിക്ക് എന്റേതായ പോലെ ഞാൻ ഉപയോഗിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലേ? എന്റെ സമ്പത്ത് പോലെ അബൂബക്കറിന്റെ സമ്പത്ത് ഞാൻ ഉപയോഗിച്ചു. എല്ലാ സമയത്തും കൂടെ കൂട്ടി, എല്ലാ സമയത്തും താങ്ങായി മുത്തനബിക്ക് അബൂബക്കർ. ആ അബൂബക്കറിന്റെ പേര് പറയുമ്പോ ഷിയാക്കൾ എന്താ ലഅനഹുല്ലാഹ് എന്ന് പറയും. നമ്മൾ ശൈത്താന്റെ പേര് കേൾക്കുമ്പോ പറയുന്ന സംഗതി, നമ്മൾ ശൈത്താന്റെ പേര് കേൾക്കുമ്പോ പറയണ സംഗതി, പറയണ ഷിയാക്കൾ, ആ ഷിയാക്കളുടെ ആലിമുൽ അല്ലാമയായിട്ടുള്ള നേതാവായിട്ടുള്ള ആൾക്ക് ഇന്ന് ഷഹീദ് പദവി. എന്തിനു പറയും? ഇസ്ലാമിന്റെ പേരിൽ പറയുമ്പോഴാണ് നമ്മൾ മറുപടി പറയുന്നത്. ഇത് ഞങ്ങളെ മതമാണ്, ഇഖ്വാനി മതമാണ്, ജമാഅത്ത് മതമാണെന്ന് പറഞ്ഞ പ്രശ്നമില്ല. ആയിക്കോട്ടെ, നിങ്ങളെ മതം അൽഹംദുലില്ലാഹ്, നിങ്ങളെ സ്വർഗത്തിലേക്കല്ലേ പോകണം. പക്ഷെ അള്ളാന്റെ സ്വർഗത്തിലേക്ക് അള്ളാന്റെ മതം എന്ന് പറഞ്ഞാൽ അത് പറ്റൂല, അത് പറയാൻ പറ്റൂല. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അഹ്ലുസുന്നയുടെ പിന്നെ അതിലുള്ള തുല്ലാബുകൾ, അതിലുള്ള പണ്ഡിതന്മാർ ഒക്കെ മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കും, യാതൊരു സംശയമില്ല. നോക്ക് നിങ്ങൾ, സഹാബികളുടെ കൂട്ടത്തിൽ വിരലിലെണ്ണാവുന്ന ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും, വിരലെണ്ണാവുന്ന ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും കാഫിറുകളാണ്, മുനാഫിക്കുകളാണ്. ഷിയാക്കളുടെ വാദമാണ്. ആരെ കുറിച്ചായി പറയുന്നത്? റളിയല്ലാഹു അൻഹും വറളു അൻ അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ എന്ന് അല്ലാഹു മദ്ഹ് പറഞ്ഞു. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങളാണ് ഏറ്റവും നല്ല ഉത്തമ സമുദായം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള സഹാബത്തിനെ കുറിച്ച്, ഈ സഹാബത്തിന്റെ കൂട്ടത്തിൽ അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, തൽഹത്തും ഫിൽ ജന്ന, സുബൈറും ഫിൽ ജന്ന എന്ന് പറയപ്പെട്ടവരെല്ലാം അലി റളിയല്ലാഹു ഒഴികെ എല്ലാവരും കാഫിറുകളാണ് എന്ന് വിശ്വസിക്കുന്ന ഷിയാക്കൾ. അവരുടെ ആദർശങ്ങൾ അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കണം. നടക്കൂല, അത് നടക്കണ കാര്യമില്ല. മനസ്സിലായില്ലേ? എന്നിട്ട് പറയാണ് എന്താണ്? കാനന്നാസു അഹ്ലുർ റിദ്ദ ബഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ സലാസ. ഓലെ ഹദീസ് ഉദ്ധരിക്കുകയാണ്. എവിടെ? പിന്നെ അവരുടെ ഹദീസ് ഗ്രന്ഥത്തിൽ. അഥവാ 3 ആളൊഴികെ ബാക്കിയെല്ലാം സഹാബത്ത് കാഫിറാണ്. അപ്പൊ ആരാ 3 ആള്? ഉസ്താദ് പറഞ്ഞ ശിഷ്യന്മാർ ചോദിക്കുകയാണ്. അത് മിഖ്ദാദ് ബിൻ അസ്വദും അബൂദറിൽ ഗഫാരിയും സൽമാനുൽ ഫാരിസിയും ഒഴികെ ബാക്കി എല്ലാവരും കാഫിറുകളാണ്. ഒരു സഹാബിനെ കുറിച്ച് കാഫിർ എന്ന് പറഞ്ഞാൽ, വേണ്ട മുനാഫിക് എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? മുർത്തദാണ്. മനസ്സിലായില്ലേ? ആയിഷ ബീവി വ്യഭിചാരിണിയാണ്. ആയിഷ ബീവി ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, ആയിഷ ബീവിയെ കുറിച്ച് ആക്ഷേപം പറയുന്ന ആളെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം? കൊല്ലപ്പെടും, ഇസ്ലാമിക രാഷ്ട്രത്തിലാണ്, കൊല്ലപ്പെടും. അപ്പൊ എന്തുകൊണ്ട്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മൻ റമാഹ ഫഖദ് ഖാലഫൽ ഖുർആൻ. അവരെ കുറിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആനിനെതിരാണ്. കാരണം ഖുർആൻ ആയത്തിറക്കി ആയിഷ ബീവി എന്താണ്? നിരപരാധിയാണെന്ന് പറഞ്ഞു. സഫ്വാൻ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടുള്ള മുനാഫിക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യഭിചാരാരോപണം റസൂലുള്ള പോലും തെറ്റിദ്ധരിച്ചു. ആയിഷ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അള്ളാഹിനോട് മാപ്പാക്കിക്കൊന്ന പോലെ റസൂലുള്ള പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം വഹി പറയില്ല പ്രവാചകൻ, സമസ്തക്കാർ പറയുന്ന പ്രവാചകന്മാർക്ക് വഹി പറയുന്ന സൂഫികൾ പറയുന്നത്. വല്ലാത്തൊരു സങ്കടകരമായ അവസ്ഥയാണ്. നമ്മുടെ ഉമ്മ ആയിഷ ബീവി എന്തെല്ലാം സഹിച്ചു, എത്ര പ്രയാസപ്പെട്ട ആ സംഭവം നമുക്ക് കൽബ് പൊട്ടിക്കൊണ്ടല്ലാതെ വായിക്കാൻ പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പൊന്നാര നേതാവ് എത്ര വേദനിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ മുകളിൽ നിന്ന് ആയത്തിറക്കി ആയിഷ ബീവിയുടെ
പിന്നെ ചാരിത്രശുദ്ധിയെ പഠിപ്പിച്ചുകൊണ്ട്. എന്നിട്ട് ഇവൻ പറയാണെന്ത് ആയിഷ ബീവി വ്യഭിചാരിണിയാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സബ്ബ അസ്ഹാബി ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. ആരെങ്കിലും എന്റെ സഹാബത്തിനെ കുറ്റം പറഞ്ഞാൽ, എന്റെ സഹാബത്തിനെ പഴി പറഞ്ഞാൽ, അവനെ അല്ലാഹുവിന്റെയും മലായികത്തുകളുടെയും സർവ്വജനങ്ങളുടെയും ശാപമുണ്ട് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ സഹാബത്തിനെ കുറിച്ച് പറഞ്ഞ ആൾക്കാരുടെ മയ്യത്താണ് അവിടെ നിസ്കരിക്കുന്നത്. അവരാണ് അഹ്ലുസുന്നയുടെ നേതാവ്, അവരാണ് ഇസ്ലാമിന്റെ മൊത്തം കുത്തക. ഇൻഷാ അല്ലാഹ് അവരുടെ കയ്യിലാണ് വരേണ്ടത്. അവരുടെ കയ്യിലൂടെയാണ് ഇസ്ലാമിന്റെ വെളിച്ചം, ഇസ്ലാമിന്റെ വിജയം. അവരാണ് ഇനി ഹറം ഭരിക്കേണ്ടത്. ആരാ ബനവറാണ്? അത് അവരെ നമ്മൾ തിരിച്ചറിയണം. നമ്മള് ഒരു ഇസ്ലാമിക മീഡിയ എന്നുള്ള കൊണ്ടെടുക്കുന്ന സാധനങ്ങളാണ്. പല ഉപകാരങ്ങളും ഉണ്ടായേക്കാം, സംശയമില്ല. പക്ഷെ ഈ ഇന്റർനാഷണൽ വാർത്തകൾ, അന്തർദേശീയ വാർത്തകൾ വായിക്കുമ്പോൾ നമ്മൾ പിന്നെ ശ്രദ്ധിച്ചുകൊണ്ട് വായിക്കണം. കാരണം ഈ ജൂതന്റെയും അതേപോലെ തന്നെ ഈ ഷിയാക്കളുടെയും അവരുടെ അച്ചിലൂടെയാണ് ഇങ്ങനെ വരുന്നത്. അവരുടെ അജണ്ടയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഷിയാചാരന്മാരായിട്ടുള്ള ആളുകളാണ് ഈ പറയപ്പെട്ട ചർച്ചകളിലൊക്കെ ഇരിക്കുന്നത്. അത് വിശദമായി പറയേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് മനസ്സിലായി. ഒരു ആദർശം പ്രശ്നമല്ല. ഇസ്ലാമിന്റെ ഖുർആനും സുന്നത്തും ഇസ്ലാമിന്റെ സുന്നത്തുകളും ഇസ്ലാമിന്റെ തൗഹീദും ഒരു പ്രശ്നേ അല്ല. മനസ്സിലായില്ലേ? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. നോക്കുന്നേ, അഹ്ലുസുന്നയെ പറ്റി പിന്നെ മുസ്ലിങ്ങളെ പറ്റി ഷിയാക്കളുടെ വിശ്വാസം എന്താ? അവർ മതനിഷേധികളും നജസുകളുമാണ്, ജൂത ക്രിസ്ത്യാനികളെക്കാൾ നികൃഷ്ടരാണ് എന്നാണ് അവരുടെ അൻവാറുൻ നുഅ്മാനിയ എന്ന ഗ്രന്ഥത്തിലെ പിന്നെ 2ാം വാള്യത്തിൽ 206, 207 പറയുന്നത്. ഞാൻ ആ ഉദ്ധരണി നമ്മൾ വായിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവരുടെ ഈ സമാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയണം ഇങ്ങനെ ഈ ഷിയാക്കളെ കുറിച്ച്, ഇമാമിയ ഷിയാക്കളെ കുറിച്ച്, ഇവരെ കുറിച്ച് എന്താണ് അഹ്ലുസുന്നയുടെ അഭിപ്രായം? ഉമ്മത്തു അലാ തക്ഫീരിൽ ഇമാമിയ. ഈ ഷിയാക്കൾ കാഫിറുകളാണ്. ഇത് പറഞ്ഞ കാഫിറല്ലേ? ഇക്കോലത്തില് ഖുർആൻ തിരുത്തിയതാണ്, സഹാബത്ത് തിരുത്തിയ കള്ളന്മാരാണ്. ഉമർലാനെ കൊന്നോനെ അവിടെ അള്ളാന്റെ വലിയാണ് എന്ന് പറയുന്ന ആൾക്കാർ ആലോചിക്കുക. അവരെ കുറിച്ച് പറയാൻ പാടില്ലാത്ത ഗുരുതരമായ കാര്യങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഷിയാക്കൾ കാഫിറുകളാണ്. ഷിയാക്കൾ ഒരുപാട് വിഭാഗമുണ്ട്. ഇമാമിയ ഷിയാക്കളെ കുറിച്ച് പറയാൻ അവർ കാഫിറുകളാണ് എന്ന് ഉമ്മത്ത് ഇജ്മാ ഉണ്ട് എന്ന് ഇസ്ലാമിന്റെ പണ്ഡിതനായ സഫാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വമൻ സഅമ അന്ന സഹാബത്ത് ഇർതദ്ദു ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ നഫറൻ ഖലീലൻ. ആരെങ്കിലും പറയുകയാണ് റസൂലുള്ളാഹിന്റെ ശേഷം സഹാബത്ത് മുഴുവൻ കാഫിറുകളായി കുറച്ചൊഴികെ എന്ന് പറഞ്ഞാൽ യാതൊരു സംശയവുമില്ല, അവൻ കാഫിറാണെന്ന് സംശയിക്കേണ്ട ആവശ്യമില്ല. ഓൻ കാഫിറാണെന്ന് സംശയിച്ചാൽ കാഫിറാവും. അതാണ് ഇസ്ലാമിന്റെ പർവ്വത സമാനരായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എന്തിനാണ് ഈ ജമാഅത്തെ ഇസ്ലാമി ഇവരെങ്ങനെ കൊണ്ടെടുക്കുന്നത്? ഇവർ രണ്ടു കൂട്ടരുടെ ആദർശം ഒന്നാണ്, ഹുക്കൂമത്തെ ഇലാഹിയാണ്, ഇമാമിയവാദമാണ്. അത് നിങ്ങൾ വേറെ പഠിക്കണം പ്രിയമുള്ളവരെ. എന്താണ് ഇമാമിയവാദം, എന്താണ് ഹുക്കൂമത്ത്? മതരാഷ്ട്രവാദം. ഇവരുടെ മതരാഷ്ട്രം എന്താണെന്നറിയോ? ഈ ഷിയ മതരാഷ്ട്രമാണ്. ഇന്ന് ഇവരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഒരു ഇസ്ലാമിക രാഷ്ട്രമില്ല, ഇറാൻ ഒഴികെ. ആ ഇറാന്റെ ആദർശം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരേ ഇസ്ലാമിക രാഷ്ട്രം ഇന്നുള്ളൂ എന്ന പോലെ വാദം. അതേതാ? ഇറാനാണ്. ഹുസൈനെ പൂജിക്കുന്ന, സഹാബത്തിനെ പിന്നെ തെറി പറയുന്ന രാജ്യം, ആദർശം അതാണ് അവർക്ക് ഇസ്ലാമിക രാഷ്ട്രം. ബാക്കിയുള്ള ഇസ്ലാമിക രാഷ്ട്രം നിഫാഖിന്റെയും അതേപോലെ തന്നെ പിന്നെ കുഫറിന്റെയും ഒക്കെ രാജ്യങ്ങളാണ്. അവിടുന്ന് വേറെ ചില കാര്യങ്ങളൊക്കെ പറയും. അത് സൗദിനെ മാറ്റവൽക്കരിച്ചിട്ടും മറ്റു രാജ്യങ്ങൾ മാറ്റവൽക്കരിച്ചിട്ട്, കാരണം നിലനിന്ന് പോകണം, ഇത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ നോക്കൂ, മക്കയും മദീനയും കീഴ്പ്പെടുത്തും, മസ്ജിദുൽ ഹറാമും കഅബയൊക്കെ തകർക്കും, എന്നിട്ട് അവർക്ക് പറ്റിയ ദേവാലയങ്ങൾ അവിടെ കൊണ്ടുവരും. അതാണ് അവരുടെ വാദം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ, ഹുസൈൻ, ഫാത്തിമ എന്നുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ പഞ്ചദൈവങ്ങളാണ്. റസൂലുള്ളാഹ്, അലി, ഹസൻ, ഹുസൈൻ, ഫാത്തിമ, ഇസ്ലാം അവരുടെ ദൈവങ്ങളാണ്. തനിച്ച ശിർക്ക് അവരുടെ കബർ കെട്ടിപ്പൊക്കി, പിന്നെ ഈ ഹസൻ ഹുസൈന്റെയും അതുപോലെ തന്നെ ഇവരുടെയൊക്കെ കബർ കെട്ടിപ്പൊക്കി, ഈ പറയപ്പെട്ട അവർ കബർ കെട്ടിപ്പൊക്കി ആരാധിക്കുകയും അവർക്ക് എത്രത്തോളം എന്ന് വെച്ചാൽ കർബല ഉണ്ടല്ലോ, കർബല എന്നുള്ളത് കഅബയേക്കാൾ അവർക്ക് പരിശുദ്ധമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? കഅബയേക്കാൾ പരിശുദ്ധമാണ് അവർക്ക് കർബല. മനസ്സിലായില്ലേ? എന്നിട്ട് പിന്നെ എന്തിനാ നിങ്ങൾ ചരിത്രത്തിൽ ഇറാനികൾ ഹറമിൽ ചെയ്ത ക്രൂരത ഒന്ന് നിങ്ങൾ പഠിച്ചു നോക്കി.
ഓരോ വർഷങ്ങളും. എന്നിട്ടാണ് പോലെ ഹജ്ജിന് വരുന്നത് ബാൻ ചെയ്തത്. നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും. ഓരോരോ വർഷങ്ങളും അവരിവിടെ വന്നിട്ട് ഒരു എന്തിനാ വരുന്നറിയാം? ഹജ്ജികളെ ബോധിക്ക് വരില്ല, ഇവിടെ തകർക്കാനുള്ള ബോധിക്ക് വരികയാണ്. ഓരോരോ വർഷങ്ങളും തിക്കിത്തിരക്കുണ്ടാക്കിയിട്ടും തീപിടുത്തമുണ്ടാക്കിയിട്ടും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും നിയമങ്ങൾ പാലിക്കാതെയും പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് മുസ്ലിമീങ്ങൾ ഹാജിമാർ കൊല്ലപ്പെടാനും പതിനായിരക്കണക്കിന് ഹാജിമാർക്ക് പിന്നെ പരിക്ക് പറ്റാനും കാരണമായ കാലാകാലങ്ങളിൽ ഇറാനികൾ ഉണ്ടാക്കിയിട്ടുള്ള ഷിയാക്കൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രയാസങ്ങൾ, കുത്തിത്തിരിപ്പുകൾ. പല ആളുകളും വിദേശികളല്ല, എന്റെ മുമ്പിൽ ഇരിക്കുന്ന വിദേശത്ത് ജീവിച്ച ആൾക്കാരാണ്, അവർക്ക് അറിയാമായിരിക്കും. പിന്നെ അത് ബാൻ ചെയ്തു, പോലെ ഹജ്ജിനും ഉംറക്കും വരുന്നൊക്കെ ബാൻ ചെയ്തു. പിന്നെ ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് പിന്നെ അത് തുറന്നു കൊടുത്ത് ഇപ്പോ അത് അലൗഡാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇവിടെ കൂലിട്ടാൻ വേണ്ടിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എന്താണ് അവരുടെ ഗ്രന്ഥത്തിൽ പറയാണ് കഅബ, പിന്നെ എന്നിട്ട് അതിന്റെ കഅബയേക്കാൾ ശ്രേഷ്ഠമായിട്ടാണ് കർബലയെ മനസ്സിലാക്കേണ്ടത്. കർബല എന്ന സ്ഥലത്ത് കഅബയേക്കാളും അതേപോലെ തന്നെ ഈ പറയപ്പെട്ട രീതിയിൽ പിന്നെ എന്താണ് ഈ ഹറമിനേക്കാൾ പ്രത്യേകതയുണ്ട് എന്ന് പഠിപ്പിക്കുക. ഞാൻ പറഞ്ഞു സഹാബത്തിനെ കുറിച്ചും ഖുർആനെ കുറിച്ചും അവരുടെ വാദം എന്താ? ജാഫർ ബിൻ അബി താലിബിൽ നിന്നും ജാബിർ ബിൻ ജാഫറിൽ നിന്നും അവരുടെ റാവിയായിട്ട് പറയണം. കള്ള ഹദീസ് ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് ഷിയാക്കൾ. അബൂ ജാഫർ പറയുന്നത് ഞാൻ കേട്ടു, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട അതേ രൂപത്തിൽ മുഴുവനും ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരാൾ വാദിച്ചാൽ അവൻ പെരുങ്കള്ളനാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രൂപത്തിൽ ഖുർആൻ ഇന്ന് നമ്മളെ കയ്യിലുണ്ട് എന്ന് വാദിച്ചാൽ അവൻ കള്ളനാണ്. കാരണം എന്താണ്? അതിനെ പൂർണ്ണമായും ക്രോഡീകരിച്ചിട്ടുള്ളതും സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതും അലിയും അതിനുശേഷം ഇമാമിങ്ങളുമാണ്. അപ്പൊ ഖുർആൻ ഇവിടെയുള്ള ഖുർആൻ സഹാബത്ത് മറ്റു ഉദ്ധരണി പറയുന്ന സഹാബത്ത് തിരുത്തിയതാണ്. ഓൽ കള്ളന്മാരാണ്, ഓൽക്ക് പറ്റിയത് എഴുതി ചേർത്തു. കാരണം അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ എന്തുണ്ടായിരുന്നു? സൂറത്തുണ്ടായിരുന്നു, അലി എന്ന് പറഞ്ഞ സൂറത്തുണ്ട്. അതൊക്കെ തിരുത്തി. അലി റളിയല്ലാഹു അൻഹുവിന് ഭരണം കൊടുക്കണമെന്ന് ആയത്തുണ്ടായിരുന്നു, അത് തിരുത്തി. നിർവലി കള്ളന്മാരാണ്. ആ മുസ്തഫകൾ ഞങ്ങളെടുത്തിന്റെ യഥാർത്ഥ മുസ്തഫ മുസ്ഹഫു ഫാത്തിമ. തീർച്ചയായും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവർ പറയുന്നു, ഹിശാം ഇബ്നു സാലിം അബ്ദുല്ലാഹിബിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയുന്നു, തീർച്ചയായും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊണ്ടുവന്നതായ ഖുർആനിൽ 17000 ആയത്തുകൾ ഉണ്ടായിരുന്നു. അൽ ഉസൂൽ മിനൽ കാഫി എന്ന ഗ്രന്ഥത്തിലാണ്. മനസ്സിലായില്ല? എത്ര ആയത്ത്? 17000 ആയത്ത്. നമ്മുടെ ഖുർആനിലോ യഥാർത്ഥ ഖുർആനിലോ 6000 ചില്ലാൻ ആയത്തുകൾ. ഈ 17000 ആയത്തുകൾ 6000 ചില്ലാൻ എങ്ങനെ ആയത്? ഈ സഹാബത്ത് കള്ളന്മാരെ നഊദുബില്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് തിരുത്തിയതാണെന്ന് അവർ പറയുന്നത്. കാരണം ഓൽക്ക് ആവശ്യമില്ലായിരുന്നു, തിരുത്തേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കോലത്തില് ഇസ്ലാമിന്റെ തൗഹീദും ഇസ്ലാമിന്റെ ഖുർആനിനെയും അള്ളാഹുവിന്റെ കലാമിനെയും അള്ളാഹുവിന്റെ പ്രമാണങ്ങളെയും തിരുത്തുന്ന ഇവർ, ഇതിനെയെല്ലാം കാഫിറാക്കുന്ന, ഇതിനെല്ലാം നിഷേധിക്കുന്ന, സഹാബത്തിനെ കുറിച്ച് ഇക്കോലത്തിൽ വിശ്വസിക്കുന്ന ഈ ആളുകളെ അഹ്ലുസുന്നയുടെ ആളുകളായിക്കൊണ്ട് ആദർശം, നമ്മളിപ്പോ ആദർശം ഒന്നും പറയണ്ട എന്ന് പറയലെന്നെ വലിയ അപകടമാണ്. നമ്മൾ ആദർശം പറയണേ, എന്നിട്ട് ആദർശം പറയണ്ട എന്ന് പറയും. എന്നിട്ടോ ആദർശ പരിവേഷം കൊടുക്കുകയാണ്, ഇസ്ലാമിന്റെ നായക പരിവേഷം കൊടുക്കുകയാണ്. പിന്നെ അത് പറയായിരുന്നൂടെ? അത് പറയായിരുന്നു ഇവിടെ ആരും ചർച്ച ചെയ്യില്ല. അപ്പൊ അത് വലിയ ഗൗരവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നല്ലാഹ നദറ ഫീ ഖുലൂബിൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അടിമകളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി. ഫവജദ ഖൽബു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറ ഖുലൂബിൽ ഇബാദ്. ലോകത്തുള്ള കോടാനുകോടി മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഹൃദയങ്ങളിലേക്ക് നോക്കിയപ്പോൾ ഏറ്റവും നല്ല മുത്തഖിയായ ബിർറുള്ള അവറായ ഹൃദയത്തിന്റെ ഉടമയെ കണ്ടു. അതാരാ? മുഹമ്മദ് മുസ്തഫ, അബ്ദുല്ലാഹിന്റെ മകൻ മുഹമ്മദാണ്. അദ്ദേഹത്തെ പ്രവാചകനായി തെരഞ്ഞെടുത്തു, വെറുതെ എടുത്തോന്നല്ല. എന്നിട്ട് ആ പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ പറ്റിയ ആളുകൾ ആരാണ്? ഞങ്ങൾ എന്റെ നിങ്ങളെ ഹൃദയത്തിലേക്കൊക്കെ നോക്കിയിട്ടുണ്ട് അല്ലാഹു, നമ്മൾ ആരും തെരഞ്ഞെടുത്തിട്ടില്ല. ആ പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്തത് ആ സഹാബത്തിനെയാണ്. നബിയുടെ സഹായികളായി കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നണി പോരാളികളായി സഹാബികളായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്താണ് അവരെ. അല്ലാതെ ആ കാലഘട്ടത്തിൽ ജനിച്ച കുറച്ച് ആൾക്കാരെ സഹാബികളാക്കിയതല്ല. അല്ലാഹു അവർക്ക് അതിനു വേണ്ടി തെരഞ്ഞെടുത്തതാണ്. ഖുർആനിലും സുന്നത്തിലും അവരെ കുറിച്ച് പറയാത്ത മദ്ഹില്ല. വേണ്ട ബൈബിളിലും തൗറാത്തിലും പറഞ്ഞിട്ടുണ്ട് അവരെ കുറിച്ച്. മുഹമ്മദുർ റസൂലുള്ളാഹ്
വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാനാ സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ് ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ واستوى على سوقه يعجب الزراء ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. സൂറത്തുൽ ഫത്ഹിന്റെ 29-ാമത്തെ ആയത്ത് വല്ലാത്ത ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അഥവാ ആ റസൂലുള്ളാഹിന്റെ കൂടെയുള്ള മുഅ്മിനീങ്ങളായ സഹാബത്തിന്റെ പ്രത്യേകത എന്താണ്? അവർക്ക് നമസ്കാരത്തിന്റെ അടയാളങ്ങളുണ്ട്. അവരുടെ ശരീരങ്ങൾ, അവരുടെ സുജൂദിന്റെ പാടുകൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അവർ പരസ്പരം അങ്ങേയറ്റത്തെ ഇഷ്ടം, അങ്ങേയറ്റത്തെ അനുകമ്പയുള്ള ആളുകളാണ് മുഅ്മിനീങ്ങളോട്. കുഫാറുകളോട് കണിശ നിലപാടെടുക്കുന്ന ആളുകളാണ്. സീമാവും ഫീ വുജൂഹിഹിം അഥരി സുജൂദ് ദാലിക മസലൂം ഫി തൗറാത്തിൽ അങ്ങനെ പറഞ്ഞത്. തൗറാത്തിൽ എന്താ പറഞ്ഞത്? അവർക്ക് നമസ്കാരത്തിന്റെ അടയാളങ്ങൾ അവരുടെ ശരീരത്തിൽ കാണാം. അവർ മുത്തക്കികളാണ്, മുഅ്മിനീങ്ങളാണ്, പരസ്പരം ഇഷ്ടമുള്ളവരാണ്. കാഫിറുകളോട് ശക്തമായ നിലപാടെടുക്കുന്ന ആളുകളാണ്. എണ്ണ പറ്റിയ നിലപാടുണ്ടാവില്ല. അത് പറയണോ? പറയണ്ടേ? എന്താണ് ഉണ്ടാവില്ല? ശക്തമായ നിലപാട് കുഫറിന്റെ വിഷയത്തിൽ. എന്നല്ലോ തൗറാത്തിൽ എങ്ങനെ പറഞ്ഞു? ഇഞ്ചിൽ പറഞ്ഞു. ഇഞ്ചിലും പറഞ്ഞിട്ടുണ്ട്. ഇഞ്ചിൽ എന്താ പറഞ്ഞത്? അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വീണ്ടും, വമസലൂഹും ഫിൽ ഇൻജീലി, ഇൻജീലിൽ അവരുടെ ഉപമ കസറഇൻ അഖ്റജ ശത്അഹു ഫആസറഹു ഫസ്തഗ്ലള വസ്തവ അലാ സൂഖി യുഅജിബു സുറാ ലിയഈല ബിഹിമുൽ കുഫാർ. ഒരു കർഷകൻ ഒരു ചെടി നട്ടു, കൃഷി. അത് നട്ടു, നനച്ചു, വളക്കെട്ട്. ആ ചെടി നന്നായി വളർന്നു, നല്ല കരുത്തുള്ള ചെടിയായി വളർന്നു. അത് കണ്ടപ്പോ, അഥവാ നല്ല അതിന്റെ കാണ്ഡമാകട്ടെ, അതിന്റെ ഇലകളാകട്ടെ, അതിന്റെ തടിയാകട്ടെ, നല്ല ശക്തമായ, അനങ്ങാത്ത, പാറ പോലെ കുലുങ്ങാത്ത ശക്തമായ ഏത് പ്രതിസന്ധികൾക്കിടയിലും അവർ ശക്തമായി നിലനിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ. അങ്ങനെ ഒരു മരത്തെ പോലെ. അതാണ് സഹാബത്ത്. അപ്പൊ തൗറാത്തിലും പറഞ്ഞാണ്, ഇഞ്ചിയിലും പറഞ്ഞാണ് ആരെക്കുറിച്ച്? സഹാബത്തിനെ കുറിച്ച്. അതാണ് സഹാബത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് ഒരുപാട് മദ്ഹ് പറഞ്ഞു. എന്റെ സഹാബത്തിനെ കുറ്റം പറയരുതെന്ന് പറഞ്ഞു. എന്നാൽ മുആവിയ റളിയല്ലാഹു അൻഹു സഹാബികളുടെ കൂട്ടത്തിൽ ഏറെ പ്രമുഖനാണ്. ഈ മുആവിയ റളിയല്ലാഹു അൻഹു കുറിച്ച് ജമാഅത്തെ ഇസ്ലാമിയിലെ പല ആളുകളും പറയുന്നത് എന്താ? അധികാരക്കൊതിയനാണ്, ചതിയനാണ്, അല്ലേ? ഖിലാഫത്ത് ഒഴിവാക്കിയവനാണ്. എന്തെല്ലാം കാര്യങ്ങളെ എഴുതിണ്ടാക്കിയിട്ടുള്ള സഹോദരന്മാരെ. ഈ ഷിയാക്കൾ ഇത് പറയണ്ട, പിന്നെ ഓലേതാൽ അങ്ങനെ പറയുള്ളൂ. ഈ ഷിയാക്കളുടെ ഈ വൃത്തികെട്ട ഈ കുഫ്ർ മുഴുവൻ മലയാളക്കരയിലേക്ക് പിന്നെ പരിഭാഷപ്പെടുത്തി മലയാളികൾക്ക് ഈ കുഫ്ർ വായിക്കാൻ എല്ലാവിധ പിന്നെ പ്രസിദ്ധീകരണങ്ങളും അതിന്റെ ആലയങ്ങളും എഴുത്തുകാരും മുഴുവൻ ഈ ജമാഅത്തെ ഇസ്ലാമിയുടേതാണ്. എത്ര സമസ്തക്കാരുടേതുണ്ട്. സി ഹംസയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. എന്തിനാണ് ഈ മാലിന്യം ഇവിടെ മലയാളക്കരയിൽ പച്ച മലയാളത്തിൽ കൊണ്ടുവരുന്നത്? ഇസ്ലാമിനെ തകർക്കാൻ. നമ്മൾ തിരിച്ചറിയണം. സി എച്ച് മുസ്തഫയെ പോലുള്ള, കാസിമിയെ പോലുള്ള, ഇതൊക്കെ ഒരേ അച്ഛ. ഇപ്പൊ കണ്ടില്ലേ ഒരു എന്താണ് സൂഫി ഇസ്ലാം ബോർഡ്? അതൊക്കെ ഇതാ വാങ്ങൽ. ഈ ഷീസ് ഇവിടെ കൊണ്ടുവരുക, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇതിനെ നമ്മുടെ നാട്ടിലെ സംഘപരിവാർ ശക്തികൾ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, സഹാബത്ത് ആരാന്ന് മനസ്സിലാക്കണം. ഈ അജണ്ട പിന്നെ തിരിച്ചറിയാതെ കുഞ്ഞിരാമം കളിക്കുന്ന ആൾക്കാരാകരുത്. ഈ പറയപ്പെട്ട മീഡിയകൾ എന്തെങ്കിലും വാർത്തകൾ തരുമ്പോൾ അത് നമ്മൾ ഷെയർ ചെയ്യും. നമ്മൾ ഷഹീദ് എന്ന് പറഞ്ഞാൽ ഹാഷ്ടാഗ് നമ്മൾ നടക്കാന്ന് പറഞ്ഞാൽ കുഫറിലേക്ക് വരെ എത്താൻ സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് ബാത്തിലിനെതിരെയും ശക്തിയുക്തം ഹിക്മത്തോടുകൂടി സംസാരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീൻ ശരിയാവണ്ണം പഠിക്കാനുള്ള, അത് ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ള, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു വരുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഈ പരിശുദ്ധ റമദാനിൽ അതിന്റെ പുണ്യപ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് അല്ലാഹുവിന്റെ സ്വർഗ്ഗം കരസ്ഥമാക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.